നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിലമ്പൂർ നഗരസഭ ഭിന്നശേഷി സൗഹൃദമാക്കണം. ആര്യടൻ ഷൗക്കത്ത് MLA ഭിന്നശേഷി കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജനുവരി 15 മുതൽ 25 വരെ നടത്തിയ ജനകീയ ധനസമാഹരണം മുൻവർഷത്തെക്കാൾ വിജയകരമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുടുംബശ്രീയുടെ കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ K ഇനം എന്ന പേരിൽ പ്രീമിയം ബ്രാൻഡായി വിപണിയിൽ ഇറക്കി. പദ്ധതിയുടെ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം പുലാമന്തോൾ എമറാൾഡ് ഹോട്ടലിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജ്മ തബ്ഷീറ നിർവഹിച്ചു. സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷന്റെ ഒറ്റത്തവണ തീർപ്പാക്കൽ അദാലത്തിലൂടെ 2,52 ലക്ഷം രൂപയുടെ കുടിശ്ശിക തീർപ്പാക്കി. ഇളവുകളായി 63 ലക്ഷം രൂപ അനുവദിച്ചു. എക്സൈസ് വിമുക്തി നോ ടു ഡ്രഗ്സ് ക്യാമ്പയിൻ 5ാം ഘട്ടം നിലമ്പൂർ മണ്ഡലം കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാം 2026 സംഘടിപ്പിച്ചു. നിലമ്പൂർ MLA ആര്യടൻ ഷൗക്കത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. നിലമ്പൂർ നഗരസഭ ഭിന്നശേഷി സൗഹൃദമാക്കണം. ആര്യടൻ ഷൗക്കത്ത് MLA ഭിന്നശേഷി കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലമ്പൂർ നഗരസഭ ഭിന്നശേഷി സൗഹൃദമാക്കണം. ആര്യടൻ ഷൗക്കത്ത് MLA ഭിന്നശേഷി കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നഗരസഭയ്ക്ക് കീഴിലുള്ള മുഴുവൻ ഓഫീസുകളിലും റാമ്പ്, വീൽചെയർ, ഹാൻഡ് റെയിൽ, ഭിന്നശേഷിക്കും പ്രാപ്യമായ ടോയ്ലറ്റ് തുടങ്ങിയവ ഉറപ്പുവരുത്തുകയും ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാൻ കഴിയണമെന്നും MLA പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി സ്പീച്ച് തെറാപ്പി, ഒക്യുപേഷൻ തെറാപ്പി, ഫിസിയോതെറാപ്പി, കൗൺസിലിംഗ് തുടങ്ങിയവയും ഒരുക്കുമെന്നും നിലമ്പൂർ നഗരസഭയിൽ ഭിന്നശേഷി സ്പെഷ്യൽ സ്കൂളും റീഹാബിലിറ്റേഷൻ സെന്ററും തുടങ്ങുവാനുള്ള നടപടികൾ ആയിട്ടുണ്ടെന്നും ഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ചികിത്സ ആവശ്യത്തിനും മരണം, കല്യാണം തുടങ്ങിയ അത്യാവശ്യ ഘട്ടങ്ങളിൽ പോകുന്നതിന് ഭിന്നശേഷി കുട്ടികളെ നിർത്തിപ്പോകുന്നതിനും താൽക്കാലിക പരിചരണ കേന്ദ്രവും ഒരുക്കുമെന്നും പത്മിനി ഗോപിനാഥ് പറഞ്ഞു. കലോത്സവത്തിൽ നിലമ്പൂർ നഗരസഭയിലെ മുഴുവൻ ഭിന്നശേഷിക്കാരും പങ്കെടുത്തു. ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് ജില്ലാ ഓഫീസർ സമീർ മച്ചിങ്ങൽ, വൈസ് ചെയർമാൻ ഷൗക്കത്ത് അലി കൂമഞ്ചേരി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുസ്തഫ കളത്തുംപടിക്കൽ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സുരേഷ് പാത്തിപ്പാറ, സ്മിത മോൾ, മേരി ഷിബു, കൌൺസിലർമാരായ ഷഫീഖ് മണലോടി, റസിയ അള്ളാമ്പാടം, ഷിഹാബ് ഇന്നി, PK ഉമ്മർ, പ്രഭ, പത്മിനി ലോകദാസ്, ICDS സൂപ്പർവൈസർമാരായ സലീന ജോസഫ്, നിമ്മി K എബ്രഹാം എന്നിവർ സംസാരിച്ചു. പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജനുവരി 15 മുതൽ 25 വരെ നടത്തിയ ജനകീയ ധനസമാഹരണം മുൻ വർഷത്തെക്കാൾ വിജയകരമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിലമ്പൂർ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിന്റെ നടപ്പ് സാമ്പത്തിക വർഷത്തിനാവശ്യമായ സാമ്പത്തിക വിഭവ സമാഹരണവുമായിട്ട് ബന്ധപ്പെട്ട് മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാർ, സന്നദ്ധ സേവകർ, റെസിഡൻഷ്യൽ അസോസിയേഷൻ, വ്യാപാരി വ്യവസായ സുഹൃത്തുക്കൾ എന്നിവരുടെ സഹകരണത്തോടെ മുനിസിപ്പാലിറ്റിയിലെ ഒട്ടുമിക്ക വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളും മുൻ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്, വരവ് ചെലവ് കണക്കുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നോട്ടീസും പൊതുസമൂഹം മുമ്പാകെ നൽകിയിരുന്നു. 2026 ജനുവരി 10 മുതൽ 25 വരെയുള്ള തീയതികളിലായിരുന്നു ഈ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. കഴിഞ്ഞ വർഷം ഇത്തരം പ്രചരണം കൊണ്ട് നമുക്ക് 21 ലക്ഷത്തോളം രൂപയാണ് സ്വരൂപിക്കാൻ കഴിഞ്ഞത്. അത് ഈ വർഷം നമുക്ക് 28 ലക്ഷത്തോളം രൂപ ആക്കി ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാരിച്ച ചെലവ് കണ്ടെത്തുന്നതിന് ഇത് നമുക്ക് നമ്മുടെ ഈ തുക വളരെ കുറവാണ്. കാരണം നമുക്ക് മുൻ വർഷത്തെ അപേക്ഷിച്ച് 4 ഹോം കെയർ സ്ഥിരമായിട്ട് ഹോം കെയർ നടത്തുന്നുണ്ട്. പിന്നെ ഫിസിയോതെറാപ്പി, സൈക്കാട്രി, ഇതൊക്കെ ഹോം വിസിറ്റും ഇവിടെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക് ആവറേജ് ഒരു മാസം 4 ലക്ഷം രൂപയാണെങ്കിൽ ഈ വർഷം അത് 5 ലക്ഷത്തോളം രൂപയാണ് നമുക്കൊരു മാസത്തെ ചെലവ്. അപ്പോൾ അതുകൊണ്ട് ഇനി ഈ ഒരു റംസാൻ്റെ കളക്ഷൻ എല്ലാം കൂടി
ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടും, ഒരു 10 ലക്ഷം രൂപയും കൂടെ നമുക്ക് കിട്ടുമെന്നുള്ളൊരു ഉദ്ദേശം കൂടിയാണ് ഈ ഒരു പ്രസ് മീറ്റ് നിൽക്കുക ഒന്നാമത്തെ കാരണം. കഴിഞ്ഞ വർഷങ്ങളിലെ പ്രവർത്തന റിപ്പോർട്ടും നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഡിറ്റ് ചെയ്ത കണക്കുമാണ് നമ്മൾ അതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ഇപ്രാവശ്യം നമ്മൾ ആ രീതിയിൽ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. ഇപ്രാവശ്യം നമുക്ക് കിട്ടിയ ഒരു ഗുണം എന്തായിരുന്നു വെച്ചാൽ, കഴിഞ്ഞ വർഷങ്ങളിൽ കൂടുതൽ വീടുകൾ നമുക്ക് സന്ദർശിക്കാനായി, കൂടുതൽ വാളണ്ടിയേഴ്സ് നമ്മുടെ രംഗത്ത് വന്നു. എന്നിട്ടും നമുക്ക് എല്ലാ വാർഡുകളിലും ഡിവിഷനിലും ഈ പ്രചരണം ശരിയായ രീതിയിൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ കളക്ഷൻ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 24 ലക്ഷമായിരുന്നു, ഇപ്രാവശ്യം 28 ലക്ഷത്തോളം നമ്മൾ കളക്ഷൻ എടുത്തു. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, കഴിഞ്ഞ വർഷം നമുക്ക് ആവറേജ് ഒരു മാസത്തെ ചിലവ് എന്ന് പറഞ്ഞാൽ 4 ലക്ഷമായിരുന്നു. ഈ വർദ്ധിച്ചു വരുന്ന ചിലവ് നമുക്ക് ഈ പ്രാവശ്യം അത് ഓരോ മാസവും 5 ലക്ഷത്തോളത്തിന് മുകളിൽ വരികയാണ്. കഴിഞ്ഞ വർഷം 3 യൂണിറ്റാണ് നമ്മൾ ദിനംപ്രതി നമ്മൾ പോയിരുന്നെങ്കിൽ ഇപ്രാവശ്യം 4 യൂണിറ്റുകളായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വർഷം ഒരു 60 ലക്ഷത്തോളം രൂപ നമുക്ക് ഇതിൽ ചിലവ് കണക്കാക്കേണ്ടി വരും. ഇപ്രാവശ്യത്തെ കളക്ഷൻ നമുക്ക് ഒരു 28 ലക്ഷമാണെന്ന് സൂചിപ്പിച്ചു. അപ്പോൾ സാധാരണ രീതിയിൽ ആ കളക്ഷൻ ഒന്നും കൂടി മാറ്റം വരാറുള്ളത് നമ്മൾ ഈ മുസ്ലിം സമുദായത്തിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട നോൻപ് സമയങ്ങളിലാണ്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊരു 5 ലക്ഷത്തോളം രൂപ കഴിഞ്ഞ പ്രാവശ്യം ഇതിനു വേണ്ടി മാത്രം സ്വരൂപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്രാവശ്യം പ്രതീക്ഷിക്കുന്നത് ഒരു 10 ലക്ഷം രൂപയെങ്കിലും ഈ സമയങ്ങളിൽ അവർ കൊടുക്കുന്ന ഒരു സത്കർമ്മത്തിൻ്റെ ഭാഗമായിട്ട് സ്വരൂപിക്കണമെന്നാണ്. അപ്പോൾ അതിനുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മൾ എല്ലാ രീതിയിലും നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു സഹായ സഹകരണങ്ങളും നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത്. പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജനുവരി 15 മുതൽ 25 വരെ നടത്തിയ ജനകീയ ധനസമാഹരണം മുൻ വർഷത്തേക്കാൾ വിജയകരമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നഗരസഭാ കൌൺസിലർമാർ, സന്നദ്ധ പ്രവർത്തകർ, വ്യാപാരികൾ, വിദ്യാർത്ഥികൾ എന്നിവരുടെ നേതൃത്വത്തിൽ 78 ലക്ഷം രൂപ സമാഹരിച്ചു. കഴിഞ്ഞ വർഷം ലഭിച്ചത് 21 ലക്ഷം രൂപയാണ്. 36 വാർഡുകളിൽ ഏറ്റവും കൂടുതൽ ലഭിച്ചത് ഇരുത്താംപൊയിരിൽ നിന്നാണ്. 2,62,210 രൂപ. ക്ലിനിക്കിന് കീഴിൽ 4 ഹോം കെയർ യൂണിറ്റുകൾ, സൈക്കാട്രി, സൈക്കോളജി ഒപികൾ, ഫിസിയോതെറാപ്പി വിഭാഗം എന്നിവ പ്രവർത്തിക്കുന്നുണ്ട്. അർഹർക്ക് സൗജന്യമായി മരുന്ന്, ഭക്ഷണം എന്നിവ നൽകി വരുന്നു. നിലവിൽ 450 കിടപ്പ് രോഗികളെ വീടുകളിലെത്തി പരിചരിക്കുന്നുണ്ട്. മാസം ശരാശരി 5 ലക്ഷം രൂപ ചിലവ് വരുന്നുണ്ട്. തികയാത്ത തുക റംസാനിൽ ഉദാരമതികളിൽ നിന്നും സംഭാവനയായി സ്വീകരിക്കും. ധനസമാഹരണത്തിന് സഹകരിച്ചവർക്ക് ഭാരവാഹികൾ നന്ദി അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ TP അബ്ദുൽ ഹമീദ്, ഹംസ തട്ടാരശ്ശേരി, TP ഹരിദാസ്, V അബ്ദുൽ ജബ്ബാർ കല്ലായി എന്നിവർ പങ്കെടുത്തു. കുടുംബശ്രീയുടെ കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ K ഇനം എന്ന പേരിൽ പ്രീമിയം ബ്രാൻഡാക്കി വിപണിയിൽ ഇറക്കി. പദ്ധതിയുടെ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം പുലാമന്തോൾ എമറാൾഡ് ഹോട്ടലിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജ്മ തബ്ഷീറ നിർവഹിച്ചു. നിങ്ങൾ മത്സരിക്കുന്ന നെസ്ലേന്റെ കമ്പനിയോട് ഡയറക്റ്റിനോട് മത്സരിക്കുകയാണ്. കാരണം നിങ്ങൾ അപ്പുറത്തെ വീടുകളിൽ വിൽക്കുന്നു എന്നുള്ളതല്ല. ഇവിടെ എല്ലാം ഗ്ലോബലി അവൈലബിൾ ആയ ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മത്സരാണ് ലോകത്തോടെ. നിങ്ങൾ അച്ചാറിലാക്കുമ്പോൾ ഞാൻ അച്ചാറിലാക്കി, എന്റെ അച്ചാർ അടിക്കില്ല എന്ന് പറയുമ്പോൾ അവരാലോചിക്കും ഇതിനേക്കാൾ വില കുറഞ്ഞ അച്ചാർ അപ്പറയുണ്ടല്ലോ, ഞാൻ എന്തിനാണ് വാങ്ങുന്നത്, സ്വാഭാവികമായിട്ടും ആലോചിക്കും. അതുകൊണ്ട് തന്നെ മത്സരം വേൾഡ് ക്ലാസ് ആയിരിക്കാം. ആ വേൾഡ് ക്ലാസ് മത്സരത്തിലേക്കാണ് ഒരുപക്ഷെ കേരളം നമ്മൾ ഒരുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ മാർക്കറ്റ് മാറാൻ പോവാണ്. നമ്മുടെ മാർക്കറ്റ് മാറുമ്പോൾ തന്നെ സെയിലും മാറും. ഒരു അച്ചാറിലാക്കി 10 ആൾക്ക് വിൽക്കാന്നുള്ളത് ഒരു 10,000 ആൾക്ക് വിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചിലവ് നമുക്ക് കുറയ്ക്കാൻ പറ്റുമല്ലോ സ്വാഭാവികമായിട്ട്. ആ ആഗോളവൽക്കരണം നമ്മുടെ കുടുംബശ്രീയിൽ വരികയാണ്. ഒരു സന്തോഷമുണ്ട്. രാജ്യത്തെ പ്രമുഖ ഗവേഷണ സ്ഥാപനങ്ങളുടെ സാങ്കേതിക സഹായത്തോടെ വികസിപ്പിച്ചെടുത്ത 30ഓളം ഉൽപ്പന്നങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി വിപണിയിലെത്തുന്നത്. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ബനാന ഫ്ലോർ, ബനാന ഹെൽത്ത് മിക്സ് എന്നീ ഉൽപ്പന്നങ്ങളാണ് വിപണിയിൽ ഇറക്കിയത്. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് ആകർഷകമായ പാക്കിങ്ങോടെയാണ് ഈ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മറ്റ് ജില്ലകളിലെ കുടുംബശ്രീ യൂണിറ്റുകൾ വികസിപ്പിച്ചെടുത്ത വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും നടന്നു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ B സുരേഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ S ഷാനവാസ് പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ K മുഹമ്മദ്, VFPCK ജില്ലാ മാനേജർ റാണി ജോർജ്, നബാർഡ് ജില്ലാ മാനേജർ മുഹമ്മദ് റിയാസ് എന്നിവർ മുഖ്യാതിഥികളായി. കേരള ഗ്രാമീൺ ബാങ്ക് റീജിയണൽ മാനേജർ PD ജയറാം, ഒഴൂർ CDS ചെയർപേഴ്സൺ P ഗീത എന്നിവർ സംസാരിച്ചു. ജില്ലാ പ്രോഗ്രാം മാനേജർ PM മൻഷൂബ സ്വാഗതവും അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ R രകീഷ് നന്ദിയും പറഞ്ഞു. കുടുംബശ്രീ കാർഷിക മേഖലയിലെ ടെക്നോളജി അഡ്വാൻസ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ഈ പുതിയ ചുവടുവയ്പ്.
സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷന്റെ ഒറ്റത്തവണ തീർപ്പാക്കൽ അദാലത്തിലൂടെ 2,53,00,000 രൂപയുടെ കുടിശ്ശിക തീർപ്പാക്കി. ഇളവുകളായി 63 ലക്ഷം രൂപ അനുവദിച്ചു. KSMDFC മാനേജിംഗ് ഡയറക്ടർ സി അബ്ദുൽ മുജീബ് അദാലത്ത് ഉദ്ഘാടനം ചെയ്തു. KSMDFC മാനേജിംഗ് ഡയറക്ടർ സി അബ്ദുൽ മുജീബ് അദാലത്ത് ഉദ്ഘാടനം ചെയ്തു. KSMDFC ഡെപ്യൂട്ടി മാനേജർ MK ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. KSMDFCയുടെ മലപ്പുറം, പാലക്കാട് മേഖലാ ഓഫീസുകളിൽ നിന്നും വായ്പ എടുക്കുകയും യഥാസമയം വായ്പ തിരിച്ചടയ്ക്കുവാൻ കഴിയാതെ വരികയും ചെയ്ത ഉപഭോക്താക്കൾക്കും വായ്പയുടെ കാലാവധി മാർച്ച് 31-നുള്ളിൽ അവസാനിച്ച ഉപഭോക്താക്കൾക്കും ഇളവുകളോടെ വായ്പ തീർപ്പാക്കുവാനുള്ള അവസരമാണ് അദാലത്തിൽ ഒരുക്കിയത്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന അപേക്ഷ കൂടുതൽ ഇളവുകൾ അനുവദിക്കുന്നതിനായി സർക്കാരിലേക്ക് റിപ്പോർട്ട് ചെയ്യും. സ്വയം തൊഴിൽ, വിദ്യാഭ്യാസ, ഭവന ഉദ്യോഗസ്ഥ വായ്പകളാണ് പരിഗണിച്ചത്. 63 ഗുണഭോക്താക്കൾ അദാലത്തിൽ പങ്കെടുത്തു. എക്സൈസ് വിമുക്തി നോ ടു ഡ്രഗ്സ് ക്യാമ്പയിൻ 5ാം ഘട്ടം നിലമ്പൂർ മണ്ഡലം കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാം 2026 സംഘടിപ്പിച്ചു. നിലമ്പൂർ MLA ആര്യടൻ ഷോക്കത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ലഹരിക്കെതിരായ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും അതാത് നിയമസഭ സാമാജികരുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നിലമ്പൂരിലും പ്രോഗ്രാം നടന്നത്. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മാമ്പ്ര അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് ഷഫീഖ് PK സ്വാഗതം ആശംസിച്ചു. ആരോഗ്യ പരിപാലനം, വ്യായാമം, രക്തദാനം എന്നീ വിഷയങ്ങളിൽ ആർദ്രം മിഷൻ മലപ്പുറം നോഡൽ ഓഫീസർ ഡോക്ടർ KK പ്രവീണയും NDPS നിയമവും പുതുതലമുറയും എന്ന വിഷയത്തിൽ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി പാനൽ അഡ്വക്കേറ്റ് N യാസറും വിമുക്തി മിഷൻ നവീന സാധ്യതകൾ എന്ന വിഷയത്തിൽ നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസിലെ സിവിൽ എക്സൈസ് ഓഫീസർ എബിൻ സണ്ണി ബോധവൽക്കരണ ക്ലാസുകൾ എടുത്തു. ചുങ്കത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൈമൂന, നിലമ്പൂർ അസിസ്റ്റന്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ ജേക്കബ് സത്യൻ, നിലമ്പൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ ബാലകൃഷ്ണൻ, നിലമ്പൂർ ഗവൺമെന്റ് ITA സ്റ്റാഫ് സെക്രട്ടറി മനോഹരൻ, മഹിളാ സമഖ്യ ജില്ലാ കോർഡിനേറ്റർ റെജീന എന്നിവർ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് ജനമൈത്രി എക്സൈസ് സ്ക്വാഡ് നിലമ്പൂർ സർക്കിൾ ഇൻസ്പെക്ടർ O സജിത ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. എക്സൈസ് ഇൻസ്പെക്ടർ ബിജു P എബ്രഹാം ചടങ്ങിന് നന്ദി അറിയിച്ചു. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മാമ്പ്രയാണ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ റാലിയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചത്. നിലമ്പൂർ ഗവൺമെന്റ് ITIയിലെ വിദ്യാർത്ഥികളും കുടുംബശ്രീ, മഹിളാ സമഖ്യ, ലീഗൽ സർവീസ് അതോറിറ്റി അംഗങ്ങളും, സർവീസ് സംഘടനാ അംഗങ്ങൾ, അധ്യാപകർ, വിവിധ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധികൾ, സ്കൂൾ കൗൺസിലർമാർ, വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ അടക്കം 150 പേർ റാലിയിൽ പങ്കെടുത്തു. മലപ്പുറം ജില്ലയിലെ ആയുഷ് ചികിത്സാ കേന്ദ്രങ്ങളിൽ NABH കായകൽപ് അവാർഡ് ലഭിച്ച സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ അനുമോദിച്ചു. തിരൂർ തുഞ്ചൻ സ്മാരക ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. തിരൂർ നഗരസഭ ചെയർമാൻ കീഴേടത്തിൽ ഇബ്രാഹിം ഹാജി അധ്യക്ഷത വഹിച്ചു. തിരൂർ നഗരസഭ 37-ാം വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, ഡോക്ടർ ഹന്ന യാസ്മിൻ, ഡോക്ടർ അബ്ദുൽ സലീം ഷഹീർ, ഡോക്ടർ TN അനൂപ്, ഡോക്ടർ VA അനൂപ്, ഡോക്ടർ അബ്ദുൽ ജലീൽ, ഡോക്ടർ കാസിം, ഡോക്ടർ P സീമ, ഡോക്ടർ ജിജോ, ഡോക്ടർ ജയശ്രീ, ഡോക്ടർ ഷിഹാബുദ്ദീൻ എന്നിവർ സംസാരിച്ചു. നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സിമി മുരളി സ്വാഗതവും ഡോക്ടർ അഞ്ജലി ദാസ് നന്ദിയും പറഞ്ഞു. ജില്ലയിൽ 15 സ്ഥാപനങ്ങൾക്ക് NABH അക്രഡിറ്റേഷൻ ലഭിക്കുകയും 9 സ്ഥാപനങ്ങൾക്ക് കായകൽപ് അവാർഡ് ലഭിക്കുകയും ചെയ്തു. ദേശീയതല മിനി ത്രോബോൾ ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനം നേടിയ കേരളത്തെ പ്രതിനിധീകരിച്ച ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളെ ആദരിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് അനുമോദന സമ്മേളനം നടന്നത്. അമലിൻ റിജോ, അനിക M എന്നിവരാണ് ചാമ്പ്യന്മാരായത്. ബംഗളൂരുവിൽ വെച്ച് നടന്ന ദേശീയ മത്സരത്തിൽ ലക്ഷദ്വീപിനോട് മത്സരിച്ച് 1ാം സ്ഥാനം നേടിയ കേരള ടീമിലാണ് വിദ്യാർത്ഥികൾ പങ്കെടുത്തത്. ജില്ലാ സംസ്ഥാന മത്സരത്തിലെ ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു അമലിൻ റിജോ. മലപ്പുറം ജില്ലയിൽ നിന്നും കേരള ടീമിലേക്ക് തിരഞ്ഞെടുത്ത 3 പേരിൽ 2 പേരും ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ കുട്ടികളായിരുന്നു. കഴിഞ്ഞ വർഷം നടന്ന ദേശീയ മത്സരത്തിലും സ്കൂളുകളിൽ നിന്നും 3 കുട്ടികൾ പങ്കെടുത്തിരുന്നു. അനുമോദന സമ്മേളനം സ്കൂൾ മാനേജർ റവറൻ ഫാദർ സെബാസ്റ്റ്യൻ പുത്തേൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ പോളച്ചൻ അധ്യക്ഷനായിരുന്നു. ട്രസ്റ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ഷെറി ജോർജ്, അക്കാദമിക് കൌൺസിൽ പ്രസിഡന്റ് അബ്ദുൾ റിയാസ്, അനികയുടെ പിതാവ് റനൂപ് M എന്നിവർ സംസാരിച്ചു. തുടർന്ന് സ്കൂളിൽ നിന്നും പോലീസ് സ്റ്റേഷൻ വരെ ഘോഷയാത്രയായി വിജയാഹ്ലാദവും നടത്തി. സ്കൂൾ കായികാധ്യാപകരായ ബീന ബിനോയ്, നിതിൻ, റെജി എന്നിവരാണ് ഇവർക്ക് പരിശീലനം നൽകിയത്. അവരെ സ്കൂൾ മാനേജർ അനുമോദിച്ചു.
പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജനറൽ വിഭാഗക്കാർക്കുള്ള കട്ടിൽ വിതരണം ചെയ്തു. പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA ജോസ് ഉദ്ഘാടനം ചെയ്തു. ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും നമ്മുടെ ഉന്നതികളിലുള്ള ആളുകൾക്കും അതോടൊപ്പം തന്നെ SC വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ ഇന്നലെ നമ്മൾ കട്ടിൽ കൊടുത്തിരുന്നു. ഇന്ന് വയോജനങ്ങൾക്ക് നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തില് വയോജന ഗ്രാമസഭയൊക്കെ നടത്തി. അതിൽ തന്നെ അവർ ആവശ്യപ്പെട്ടതാണ് നമുക്ക് കട്ടിൽ വിതരണം നമുക്ക് തുടർന്നുകൊണ്ട് പോകണം എന്നുള്ളതും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പഞ്ചായത്തിലെ അർഹരായ 116ഓളം വയോജനങ്ങൾക്ക് നമ്മൾ കട്ടിൽ കൊടുക്കുന്നത്. അതിന്റെ കട്ടിലിന്റെ വിതരണമാണ് ഇപ്പോൾ നമ്മൾ നടത്തുന്നത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു അശോകൻ സ്വാഗതം പറഞ്ഞു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ കുന്നുമൽ അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ സുലൈഖ പദ്ധതി വിശദീകരിച്ചു. മറ്റ് മെമ്പർമാർ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിൽ മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. നിലമ്പൂർ സർക്കിൾ സഹകരണ യൂണിയൻ അംഗം കൊമ്പൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംഘങ്ങളുടെ ചിലവിൽ മാത്രം സഹകരണ സംഘം ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക. സഹകരണ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക. അന്യായമായ ക്ലാസിഫിക്കേഷൻ മാനദണ്ഡങ്ങൾ ലഘൂകരിക്കുക. സഹകരണ മേഖലയിൽ മെഡിസിപ്പ് പദ്ധതി ഉടൻ നടപ്പിലാക്കുക. പെൻഷൻ ഇൻസെന്റീവ് വിതരണത്തിലെ കാലതാമസം ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ധർണ നടത്തിയത്. നിലമ്പൂർ താലൂക്ക് CEO ജനറൽ സെക്രട്ടറി മുസ്തഫ കാളികാവ് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ നിലമ്പൂർ താലൂക്ക് CEO പ്രസിഡന്റ് ജാഫർ പുത്തൻപീടിക അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ റിയാസ് വഴിക്കടവ്, നാസർ മമ്പാട്, മുജീബ് കരുളായി, റമീസ് എടക്കര, സെറ്റ്ലാന, റിയാസ് കരുവാരക്കുണ്ട്, അബ്ബാസ് മുതേടം, ഫാത്തിമ എടക്കര, ഷുഹൈബ് മുത്തു, നിലമ്പൂർ തുടങ്ങിയവർ സംസാരിച്ചു. മമ്പാട് ഗ്രാമപഞ്ചായത്ത് 2026-27 വികസന സെമിനാർ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന കാഞ്ഞിരാല ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് പാലോളി നിഷാദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പുന്നപ്പാല അബ്ദുൽ കരീം പദ്ധതി വിശദീകരിച്ചു. കരട് പദ്ധതി രേഖാ പ്രകാശനം മമ്പാട് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റിന് നൽകിക്കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രകാശനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗീതാ ചന്ദ്രൻ പദ്ധതി വിശദീകരണം നടത്തി. സ്ഥിരം സമിതി അധ്യക്ഷരായ സരോജിനി CK, T ഷാജി, പഞ്ചായത്ത് അംഗങ്ങളായ രജീഷ് U, PK നബീൽ, ഷാജി കുഞ്ഞാറ്റ, ഓമന വർഗീസ്, രാജേഷ് VK, അഷ്റഫ് ടാണ, മുസ്തഫ M, ജംഷിയ മോൾ, ശ്രീനിവാസൻ, അഫ്സൽ മുത്തു, റഷീദ റഷീദ്, സൈഫുനിസ P, സൈറ PT, മുബീന ചോലയിൽ, സഫീന K, ഷൈനി സണ്ണി, സുബീന കടവൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ C അയ്യപ്പൻ, അമീർ അമീൻ, പന്താർ മുഹമ്മദ്, U ഗോപാലൻ, സിദ്ദീഖ് അലി എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി അവിസന്ന സ്വാഗതവും RP നാസർ VT നന്ദിയും പറഞ്ഞു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.